നമ്മുടെ വൈരികാതൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നിറമഹോത്സവത്തോടനുബന്ധിച്ച് ഇന്നിവിടെ രോഷിൻ ചങ്ങരയുടെ ഒരു ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ വെല്ലുന്ന ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഫോട്ടോഗ്രാഫി തുടങ്ങി വളരെയധികം ക്ഷേത്രങ്ങളിൽ തെയ്യങ്ങളുടെ പ്രത്യേകിച്ചും തന്നെ ഒരു ശൃംഖല ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വാർഡ് മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. വാർഡ് മെമ്പറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സതുവേട്ടനാണ്. സതുവേട്ടനെ സ്വാഗതം ചെയ്യുന്നു. രോഷി നമ്മുടെ കൂടത്തിനുള്ളതാണ്. ഇപ്പോൾ രോഷിനെ പിന്നെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. മാതൃസമിതിയുടെ പ്രതിനിധിയായിട്ട് രമ്യ നന്ദി അവർ പറയുന്നതായിരിക്കും. അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അധ്യക്ഷനായ സതുവേട്ടനെ ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്ന വാർഡ് മെമ്പർ പ്രമേയയുടെ അഭ്യർത്ഥിക്കുകയാണ്. സതുവേട്ടൻ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ മധുവേട്ടൻ, ഈ ഒരു ഫോട്ടോ ഇവിടെ പ്രദർശനത്തിന് ഇവിടെ എത്തിച്ച നമ്മുടെ റോഷി, അതുപോലെ തന്നെ രമ്യ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നാട്ടുകാരെ, കാരണം നമ്മുടെ വടക്കൻ മലബാറിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക കലാരൂപങ്ങളാണ്. കാരണം ഈ കെട്ടിയാടുന്ന തെയ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റ് പ്രദേശങ്ങളിലുള്ളതിനേക്കാളും കൂടുതൽ വടക്കൻ മലബാറിലാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒട്ടുമിക്ക കലാരൂപങ്ങളും ഇന്നിവിടെ ഈ പ്രദർശനത്തിന് നമ്മുടെ നാട്ടുകാരനായ റോഷി, അതൊരു വളരെ ഏറ്റവും പ്രഗത്ഭനായ ഫോട്ടോഗ്രാഫിയെ വെല്ലുന്ന അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോകളാണ് ഇവിടെ പ്രദർശനത്തിന് എത്തിച്ചിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ പ്രദർശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ഇത്ര നല്ലൊരു ചിത്ര പ്രദർശനം ഇവിടെ അവതരിപ്പിച്ച റോഷിനും പിന്നെ ഉദ്ഘാടനം ചെയ്ത മെമ്പർക്കും സതുവേട്ടനും മധുവേട്ടനും പിന്നെ എല്ലാ നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. പെരുമ്പാറ പകുതി പറശ്ശിനിക്കടവ് മയ്യലി ആ സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഇതാണ്. അധികം സ്ഥലങ്ങളിൽ അത് കാണാൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കരിങ്കുളി എന്ന് പറയുന്നത് മട്ടന്നൂര് വള്ളിയൊട്ടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമുള്ളൊരു തെയ്യാണ് കരിങ്കുളി എന്ന് പറയുന്നത്. അത് പുലമേല, അതായത് പൊട്ടൻ തെയ്യത്തിന് തൊട്ട് മുന്നേ, അതുപോലെ പൊട്ടൻ തെയ്യമായി മാറുന്നതിന് തൊട്ട് മുന്നേ ഇറങ്ങുന്നതായി വരുന്നൊരു ഇതാണ് പുലമേല. ഇവിടെ തീടെല്ലാം കാണുന്നില്ല. പൊട്ടൻ തെയ്യം തന്നെ അതിന് ആ മുടി മാത്രം ആദ്യത്തേല് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ആ ചടങ്ങ് കഴിഞ്ഞപ്പാടാണ് പൊട്ടൻ തെയ്യായിട്ട് മാറുക. പുള്ളിയൊന്നും ഈ നാട്ടിലേ ഇല്ലല്ലോ. പള്ളിപ്പറമ്പ് പയ്യന്നൂർ ആ ഒരു ഏരിയയിൽ മാത്രമല്ല.